ഇന്നൊരു കറീൻ്റെ വീഡിയോ ആണ്. ഈ കറി പറഞ്ഞാലേ നല്ല ചൊടിയുള്ളൊരു കറിയാണ് കേട്ടോ. അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. നമുക്ക് ഊണിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇത് ഞാൻ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മത്തിൻ്റെ കൂടെ വെണ്ടക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മത്തി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്ക്. ഇപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെണ്ടക്ക കുറച്ച് നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കിലോത്തോളം മത്തി എടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിൽ കേട്ടോ ഈ കറി വെക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഉണക്കമീൻ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കറി വെക്കലുണ്ട്. ഈ മത്തി വെണ്ടയ്ക്ക ഇട്ട് നിങ്ങൾ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. ഒരു പീസ് ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞുകൊണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്ന ഒരു പിടി ചെറിയുള്ളിയാണ്. 3 കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ മീൻ കറിക്ക് വെക്കുമ്പോൾ കുറച്ചധികം വെളുത്തുള്ളി ചേർക്കുമ്പോഴല്ലേ കറി കുറച്ച് നേരമൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കുടംപുളി ചേർത്ത ടേസ്റ്റ് ഇല്ല. ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് വാളംപുളിയാണ്. നമ്മളവിടെ പുളി ഇല്ലാതെ ഒരു കറിയില്ല കേട്ടോ. നമ്മളെ ഇവിടുത്തെ എല്ലാ കറിയിലും വാളംപുളിയാണ് അധികം ചേർത്തി കൊടുക്കൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എരിവും അത്യാവശ്യം പുളിയൊക്കെയുള്ള കറിയാണ്. അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ മല്ലിപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണ്ടേ. ഈ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വെണ്ടക്ക അതിലിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ആ വെണ്ടക്കൻ്റെ കൊഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ എടുത്ത വെണ്ടക്ക കുറച്ച് കൊഴുപ്പ് കൂടിയത് കാരണം ഞാനത് സെപ്പറേറ്റാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു തക്കാളി 4 കഷ്ണമാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ വെണ്ടക്ക വറുക്കാൻ വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൊഴുപ്പ് കൂടുതലാണെന്ന്. അപ്പോൾ ഒന്ന് വേറെ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വിചാരിച്ചു. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ വെണ്ടയ്ക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കറിയിലിട്ട് പോകുമ്പോൾ ഒരു കടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം കേട്ടോ. ചില വെണ്ടക്ക എല്ലാതും അല്ല. അധിക സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും അടുത്ത കൊഴുപ്പൊക്കെ ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയും കൂടെ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. കറിയിലേക്ക് ആവശ്യമുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലവണ്ണം അരയണം. അപ്പം നമ്മളെ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പൂണൊന്നും വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല. മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഈ മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചതില്ലേ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ തേങ്ങ അരച്ചതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ. ലാസ്റ്റിലാണ് ഞാൻ ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മീൻ കറി വെക്കുമ്പോഴൊക്കെ മസാലേൻ്റെ കൂടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ, ലാസ്റ്റിലാണ് ചേർത്ത്. എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെക്കുമ്പോഴില്ലേ അതിൻ്റെ ആ മീൻ കറിൻ്റെ ഒക്കെ ഒരു മണം അങ്ങനെ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കൽ. അപ്പം നമ്മളെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി നല്ലൊരു വിഭവമായിട്ട് കാണാം കേട്ടോ.